സജി ചെറിയാൻ കള്ളം പറയുന്ന ഒരാളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം നേരത്തെയും പല കാര്യങ്ങളിലും സത്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ സത്യങ്ങളാണ്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ നാവുപിഴ പറ്റിയെന്നൊന്നും ന്യായീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവമാണ്. വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ സജി ചെറിയാനെ പോലെയുള്ള ഒരു ചെങ്ങന്നൂരുകാരൻ കള്ളം പറയേണ്ട കാര്യമില്ല. അങ്ങനെ കള്ളം പറഞ്ഞിട്ടില്ല എന്നതാണ് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ ബോധ്യവും. ഇവിടെ ഡെങ്കിപ്പനി ബാധിച്ച അദ്ദേഹം അബോധാവസ്ഥയിൽ ചെങ്ങന്നൂരിലെ ഒരു സർക്കാർ ആശുപത്രിയിലാണ് 2019 അഡ്മിറ്റ് ആയത്. അവിടെ നിന്ന് അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതിനായി റഫർ ചെയ്തത് സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്യേണ്ടത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കാണോ സ്വകാര്യ ആശുപത്രിയിലേക്കാണോ എന്നുള്ളത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതലുള്ള നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ആ തീരുമാനം എന്തായാലും അന്ന് അദ്ദേഹം MLA ആണ്, മന്ത്രിയല്ല. ഒരു MLA യുടെ കാര്യത്തിൽ സ്വകാര്യ ആശുപത്രിയാണ് നല്ലത് എന്നൊരു ഡിസിഷൻ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യ വകുപ്പ് ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ വരുത്തിയിരിക്കുന്നത് എന്നതാണോ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാമായിരുന്നു, ഞാൻ അബോധാവസ്ഥയിലാണ്, എനിക്കതുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ലല്ലോ എന്ന് സജി ചെറിയാൻ നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ AK ബാലൻ സഖാവിൻ്റെ ഭാഷയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമല്ല തീരുമാനമെടുത്തത്, അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറാണ്. അപ്പോൾ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് MLA ആയ സജി ചെറിയാന് കിട്ടുക കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ്. അതുകൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് അദ്ദേഹത്തെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്.